ഇത് അലക്സ് എന്റെ ഫ്രണ്ടാ. ഞാൻ വിചാരിച്ച ഹസ്ബൻഡാന്ന്. ഞാൻ മാരീഡ് അല്ല അബി. അയ്യോ അതെന്നെ പറ്റി കല്യാണം കഴിക്കുന്നേ? ഒന്നോർത്താ നല്ലതാ. ഇഷ്ടമുള്ള പോലെ നടക്കാലോ അല്ലേ? വൈഫാണല്ലേ? രേവതി. ഹായ് ദേവു, ഇതെന്റെ സ്കൂൾമേറ്റ് ആണ് എലിസബത്ത്. അത് പുള്ളിക്കാരത്തിന്റെ ഒരു ഫ്രണ്ട്. ചുമ്മാ വന്നാ. എന്നാ ഞാൻ അവർക്ക് ചായ എടുക്കട്ടെ? ചെല്ല്. പിന്നെ എന്താണ് അപ്രതീക്ഷിതമായിട്ടൊരു വരവ്? അഭിലാഷിനെ അല്ല അബിയെ ഒന്ന് കാണണമെന്ന് തോന്നി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് സ്കൂൾ ടൈമിൽ അബിയോട് ഭയങ്കര പ്രേമമായിരുന്നു. ശരിക്കും? അതങ്ങനാടോ. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. എന്നാൽ നമുക്ക് ഒരു താല്പര്യമില്ലാത്ത ചില ആളുകൾ ഒരാവശ്യമില്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരികയും ചെയ്യും. നീ തന്നെ പെട്ടെന്ന് തിരിച്ചു വന്നു. ഞാനേ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയെന്ന്. 2 ദിവസത്തെ യാത്രയില്ലേ, അപ്പൊ ഞാനത് എടുത്തിട്ട്. പവർ ബാങ്ക് എടുക്കാൻ വേണ്ടിയൊക്കെ ആദ്യം ഇത്രയും ദൂരം തിരിച്ചു വരും. എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് തരികയായിരുന്നോ? ഞാൻ അവിയെ വിളിച്ചായിരുന്നേ, ഫോണിൽ കിട്ടണ്ടേ? ഫോൺ സൈലന്റ് ആക്കി വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞേ. ഞാൻ പറയട്ടെ, ഒരു നല്ല കാര്യത്തിന് പോയിട്ട് ഒരു ആവശ്യമില്ലാതെ തിരിച്ചു കയറണത് നിനക്കും കുഞ്ഞിനും ദോഷം ചെയ്യും. അതുകൊണ്ടാ പറയണേ, നീ ഇവിടെ നില്ല, ഞാൻ പോയി പവർ ബാങ്ക് എടുത്തോണ്ട് തരാം. ഇവിടെ വെക്കണം. ഓക്കെ. 100% ചാർജ് ഉണ്ട്. പൊക്കോ. അതാരാബി? അത് എലിസബത്ത്. ഇത് ജോൺ. ജോണല്ല, അലക്സ്. അലക്സ്. ഇവര് രണ്ടുപേരും അല്ല, അപ്പുറത്തേക്കാണ്. പുള്ളിക്കാരത്ത് എന്റെ കൂടെ സ്കൂൾമേറ്റ് ആയിട്ട് പഠിച്ച. ഹലോ, ഞാൻ സംഗീത, അവിയുടെ വൈഫാ. ഞാൻ പറഞ്ഞില്ലായിരുന്നു വൈഫ് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയെന്ന്. അവളിന് പെട്ടെന്ന് വന്നതാ. അപ്പൊ ചായ? അയ്യോ, ചായ ഞാൻ ഇട്ടുതരാം. വേണ്ട, സാറിനാണെങ്കിൽ ഒരു ചായ ഞാനിട്ട് തന്നാ പോരെ. തന്നാളെ സാറേ, ഉറപ്പായിട്ടും. വൈഫ് ഫ്രണ്ട് രേവതി.